മോളെ അഖിലേ, വരണമ്മേ. എന്തേ അമ്മേ? അല്ല, ഇന്നല്ലേ റാം വരാന്ന് പറഞ്ഞത്? അതെ അമ്മേ, അവനെ കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഓ അത് ശരി, 5 കൊല്ലത്തിന് ശേഷം ഞാൻ അവനെ കാണാൻ പോണേ. അതിന്റെ ഒരു ആകാംക്ഷല. അല്ല, ഞാൻ പറഞ്ഞ പോലെ സ്വീറ്റ്സും അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണവും എല്ലാം റെഡിയല്ലേ? ഓ എല്ലാം റെഡിയാമ്മേ, അവൻ വരണ്ട താമസേ ഉള്ളൂ. പിന്നെ ആ മായാവതിനോട് അവളെ വാലും ചുരുട്ടിരുന്നോളാൻ പറയും. ഇന്ന് എന്തെങ്കിലും ഒപ്പിക്കാൻ നിന്നാ എന്റെ അടുത്ത് മേടിച്ചു കൂട്ടുന്നു പറഞ്ഞേക്കേണ്ടി. ഓ അങ്ങനൊന്നും ഉണ്ടാകത്തില്ലമ്മേ, എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കും. നമ്മളാ മായാവതിന് സഹിക്കുന്ന പോലെ റാമിന് ചിലപ്പോ പറ്റിയെന്ന് വരത്തില്ല. അവനങ്ങ് ലണ്ടനിൽ പഠിച്ചു വരുമല്ലയോ. ഇവളെ കഞ്ഞാ പിഞ്ഞ സംസാരം ഒന്നേ ചിലപ്പം എന്റെ മോൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അതാ. ഇല്ല അമ്മേ, അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. അമ്മ ചുമ്മാ ടെൻഷൻ അടിക്കണ്ട. അല്ല, അമ്മ രാവിലത്തെ ഗുളികയൊക്കെ കഴിച്ചായിരുന്നോ? ഓ ആ കാര്യം ഞാനങ്ങ് വിട്ടു. 2 ദിവസം മുന്നല്ലേ ആ നേഴ്സിംഗ് കൊച്ച് പണി വേണ്ടെന്ന് പറഞ്ഞു പോയേ. അവൾ ഉണ്ടായിരുന്നപ്പോ നേരത്തിന് കൊണ്ടേ തരുവായിരുന്നു. ഇനിയിപ്പോ അത് ഓർത്തെടുക്കാനൊക്കെ സമയമുണ്ടോ? അയിന അമ്മേ, അമ്മന്റെ കൊച്ചുമോനെ ഇവിടെ എത്ര മുന്നേ തന്നെ അമ്മന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു പുതിയ കെയർടേക്കറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്താകിലേ പറയുന്നേ? ഈ പ്രായമായി എന്നെ നോക്കാൻ ഇനി ഒരു കൊച്ചോ? വേണ്ടെന്നേ. അല്ലെങ്കിൽ തന്നെ ആ പഴയ കൊച്ച് മടുത്തിട്ടാ പോയേ. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങളൊക്കെ തന്നെ ഇല്ലേ? അതന്നെ മതിയെന്നേ. പറഞ്ഞിട്ട് അമ്മന്റെ കൊച്ചുമോൻ കേട്ടണ്ടേ? അവൻക്ക് കെയർടേക്കർ മസ്റ്റ് ആണ്. അപ്പൊ പിന്നെ എന്തായാലും കെയർടേക്കറിനെ വെച്ചല്ലേ പറ്റൂ. അല്ലെങ്കിലും ഞാൻ ജോലിന്റെ തിരക്കിലൊക്കെ ആവുമ്പളേ അമ്മയ്ക്ക് മെഡിസിന്റെ കാര്യമൊക്കെ മറക്കുന്നുണ്ട്. അതാണെങ്കിൽ അമ്മന്റെ കൊച്ചുമോൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാ പുതിയൊരു കെയർടേക്കറിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളേ. അവൻ വരുന്ന മുന്നേ വരുന്ന പറഞ്ഞേ. ഏകദേശം വരാനുള്ള സമയമായി. ഓ അത് ശരി. ഈ വട്ടം വരുന്ന കൊച്ചെങ്കിലും കുറച്ചെങ്കിലും നല്ലതായാ മതിയായിരുന്നു. മറ്റേ പെണ്ണിനെ ഗുളിക എടുത്ത് തരാനും നേരത്തിന് മരുന്നൊക്കെ എടുത്ത് തരാൻ വലിയ മടിയാ. എനിക്ക് കെയർടേക്കർ ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കണതേ നല്ല നാടൻ കൊച്ചാവണം. ഐറ്റിങ്ങൾക്കാ മനസ്സ് നിറയെ സ്നേഹം ഉണ്ടാവാ. പൈസക്ക് പണിയെടുക്കത്തില്ല, മനസ്സ് നിറയാൻ വേണ്ടി പണിയെടുക്കുന്നവരാ. ഓ അമ്മ മനസ്സ് കണ്ടാലേ അമ്മന്റെ കൊച്ചുമോൻ മാനത്താ കാണാ. അതുകൊണ്ട് എന്തേലും അമ്മ ഇഷ്ടപ്പെടുന്ന പോലത്തെ പെൺകുട്ടി തന്നെ ആയിരിക്കും അവൻ ഏർപ്പാടാക്കിയിട്ടുണ്ടാവാ. എന്നാ വരി അമ്മേ, അമ്മക്ക് ഞാൻ ഗുളിക എടുത്തു തരാം. ആ ശരിയടി മോളെ. പുതിയ
വീടിതെന്തു ചന്തമേ. എന്താ എന്തിനാ കാർ കൈ കാണിച്ച് നിർത്തിച്ചേ? അഡ്രസ് ചോദിക്കാനാണോ കാറിൽ കൈ കാണിച്ച് നിർത്തിച്ചേ? ഇവിടെ വേറെ ആരും കണ്ടില്ല. അതാ നിങ്ങൾ കാറാ പാസ് ചെയ്യണ കണ്ടേ. അതാ കൈ കാണിച്ച് നിർത്തിച്ചേ. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞുതരോ? ഇഡിയറ്റ്. എടാ എടാ താൻ ആരെ നോക്കിട്ടാ ഇഡിയറ്റ് എന്ന് പറഞ്ഞേ? ആരെ നോക്കിട്ടാണ്? ഈ വഴിയില് ഒരു മനുഷ്യനെ കണ്ടില്ല. നിങ്ങളെ വണ്ടി പാസ് ചെയ്യണ കണ്ടേ. അപ്പൊ പിന്നെ ഒരു ഉപകാരമായിട്ട് വണ്ടി നിർത്തി അഡ്രസ് ചോദിച്ചു. അതിനാണോ താൻ എന്നെ ഇഡിയറ്റ് എന്ന് പറഞ്ഞേ? പിന്നെ ആരെങ്കിലും പാസ് ചെയ്യണ വണ്ടി നിർത്തിച്ചിട്ട് അഡ്രസ് ചോദിക്കോ? പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയില് ഞാൻ പറഞ്ഞു വന്ന അഡ്രസ് ചോദിക്കണോ? ദേ നീ ആരോടാ സംസാരിക്കണെന്ന് സൂക്ഷിച്ച് സംസാരിച്ചോ? അതന്നെയാണോ എനിക്ക് തന്നോട് പറയാനുള്ളേ? താൻ ആരോടാ ഈ സംസാരിക്കണേ? നല്ല സൂക്ഷിച്ച് സംസാരിച്ചോ? വിട്ടേക്കു സാർ. കണ്ട ഏത് സുഖമില്ലാത്ത കൊച്ചാന്നാ തോന്നുന്നേ. ഇവളോടൊക്കെ സംസാരിച്ച് സാർ എന്തിനാ സാറിന് റേഞ്ച് കളയുന്നേ? ഡാ, 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 ചൈനീസ് ചപ്രപ്പണിയാ. പിന്നെ കണ്ടോ, നിനക്ക് തലക്ക് സുഖമില്ലാത്ത പോലെ തോന്നുന്നുണ്ടോ? എന്നാലേ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്ക്. ഈ സീതാ മഹാലക്ഷ്മി ആരാന്ന്? ഓന്റെ കോട്ട് സുട്ടിട്ട് കാറിൽ വന്നു കഴിഞ്ഞാ അവൻ വലിയ സംഭവമാ അവന്റെ ഒരു വിചാരം. ഇന്നത്തെ ദിവസം തന്നെ പോയി. ഇവനോടൊക്കെ വഴി ചോദിക്കാൻ കാറ് നിർത്തിച്ച് എന്നെ വേണം പറയാനേ. വരൂ സാർ വന്ന് കാറിൽ കയറും. ആ ഭ്രാന്തി പോയില്ലേ? ഓ എന്റെ കൃഷ്ണ, അങ്ങനെ ഒരു വിധത്തില് അഡ്രസ് കണ്ടുപിടിച്ചെത്തി. ഓ എന്റെ കൃഷ്ണ, ഇത്രയും വലിയ വീടോ? എന്റെ ജീവിതത്തില് ആദ്യമായിട്ടാ ഇത്രയും വലിയൊരു വീട്ടില് കെയർടേക്കറായിട്ട് വർക്ക് ചെയ്യാൻ പോണേ. എന്നെ കാത്തോണ്ടേ. ഹലോ ആരാ എന്ത് വേണം? അത് പിന്നെ ചേട്ടാ, ഈ വീട്ടിലേക്ക് പുതിയ കെയർടേക്കറായിട്ട് ജോലി കിട്ടി വന്നതാ. ഓ പണിക്കാരത്തിയാണോ? അതെ, ഞാന് പണിക്കാരിയാ. അല്ല, ചേട്ടനായിരിക്കില്ലേ ഈ വീടിന്റെ മുതലാളി? ദേ വന്ന് കേറിട്ടില്ലല്ലോ. അപ്പൊ തന്നെ അഹങ്കാരം കളിക്കുന്ന കണ്ടോ? പിന്നെ ചേട്ടൻ മാത്രം കാണിച്ചത് എന്തുവാ? ഓരോ ജോലിക്കും അതിന്റേതായ കഷ്ടപ്പാടുണ്ട്. അതേപോലെ തന്നെ ഓരോ ജോലിക്കും അതിന്റേതായ മര്യാദയുണ്ട്. അപ്പൊ പിന്നെ ചേട്ടൻ അങ്ങനെ ചോദിച്ച തെറ്റല്ലേ? ചേട്ടന് ചേട്ടന്റെ കുടുംബം പോറ്റാൻ വേണ്ടി പണിക്ക് വന്നു, ഞാൻ എന്റെ കുടുംബം പോറ്റാൻ വേണ്ടി പണിക്ക് വന്നു. അപ്പൊ പിന്നെ നമ്മൾ രണ്ടുപേരും സമല്ലേ? സോറി മോളെ, ഏട്ടൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അയ്യോ അതൊന്നും കുഴപ്പമില്ല. അല്ല, ഏട്ടന്റെ പേരെന്താ? മുകുന്ദൻ മോളെ. ഈ വീട്ടില് 18 കൊല്ലായി സെക്യൂരിറ്റി പണി എടുക്കുന്നു. ആണോ? എന്തായാലും ഈ വീട്ടിൽ വന്നപ്പോ തന്നെ നല്ലൊരാളെ കണ്ടുമുട്ടാൻ പറ്റിയല്ലോ. എന്തായാലും ഏട്ടനെ കണ്ടാൽ തന്നെ അറിയാം ഈ വീട്ടിലുള്ളവരും എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുന്നേ. അതെ മോളെ, ഈ വീട്ടിലെല്ലാരും നല്ല സ്നേഹമുള്ളവരാ. നിനക്ക് ഇവിടെ എത്ര കാലം വേണമെങ്കിലും മനസ്സ് നിറയെ പണിയെടുക്കാം. ഓ എന്റെ കൃഷ്ണ, ഇപ്പഴാ എന്റെ മനസ്സിലുണ്ടായ പേടി തന്നെ പോയേ. എന്നാ മോള് ചെന്ന് കൊച്ചമ്മനെ കണ്ടോ. കുറച്ച് കഴിഞ്ഞാ കൊച്ചമ്മന്റെ പേരക്കുട്ടി വരുന്നുണ്ടേ. അപ്പോ നല്ല തിരക്കായിരിക്കും. അതാ. ആണോ? എന്നാ ശരി ഏട്ടാ, പിന്നെ കാണാവേ. ശരി മോളെ. അല്ല ഒരു മിനിറ്റ്, മോളെ പേരെന്താ പറഞ്ഞില്ലല്ലോ? എന്റെ പേരോ? എന്റെ പേര് സീതാ മഹാലക്ഷ്മി. എന്നാ ശരി ഏട്ടാ, അവര് പറഞ്ഞ സമയം ഞാൻ അകത്തോട്ട് പോട്ടെ. ഓ ശരി മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഏട്ടാ. സീത മഹാലക്ഷ്മി പേര് പോലെ തന്നെ എന്ത് ഐശ്വര്യമുള്ള മോളാ. കൊച്ചമ്മയ്ക്ക് ഈ കൊച്ചിനെ എന്തായാലും ഇഷ്ടപ്പെടും, അത് ഉറപ്പാ. എന്താടി എന്തിനാ മൂന്ന് വീർപ്പിച്ച് വെച്ചേക്കുന്നേ? അങ്ങോട്ട് മോ, ആരെയും വരാത്തോണ്ട് ചോദിക്കാ. എന്തിനാ ഇവരോട് സാരി എടുക്കാൻ പറഞ്ഞേ? ഓ എല്ലാത്തിനും നിന്നോട് താഴ്ന്നു പറഞ്ഞോണ്ടിരിക്കണോ? നടക്കാൻ പറഞ്ഞ മറന്നോട് അങ്ങോട്ട്. ഓ മൈ ഗോഡ്, ഇനി എന്തൊക്കെ ടോർച്ചർ സഹിക്കണോ എന്തോ. കുറച്ചൊക്കെ ചൊറിച്ചില്ലേ അങ്ങ് സഹിക്കാം. ഈ സ്വത്തല്ലയോ നമ്മുടെ കയ്യിലേക്ക് വരാൻ പോണത്. പിന്നെ എടുത്താലും ഈ ഒറ്റ പോയിന്റ് കൊണ്ട് എന്റെ വായ അടപ്പിച്ചോളൂ. പൂജ, അമ്മ ഈ കടന്ന് കാരണതേ അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ ജീവിതം നല്ലപോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രം. ഈ സ്വത്തൊക്കെ നിന്റെ കയ്യിൽ വന്നാലേ നീ ആഗ്രഹിച്ച ലൈഫ് നിനക്ക് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിട്ടാ ചെറുപ്പം മുതലേ അമ്മ ഈ കടന്ന് പെടാപ്പാട് പെടുന്നേ. അതൊക്കെ എനിക്കറിയാം. ബട്ട് ഞാൻ പറയണെന്താന്ന് വെച്ചാ റാം ഒന്ന് വന്നോട്ടെ, അതിന് ശേഷം പോരെ. പോരാ, നീയല്ലേ പറയാറ് എന്തോ ഫസ്റ്റ് ഇമ്പോസിഷൻ ആണ് ബെസ്റ്റ് ഇമ്പോസിഷൻ. അപ്പൊ പിന്നെ അതിന് ഒരുങ്ങി നിൽക്കണ്ടായോ? ഓ ഇമ്പോസിഷൻ അല്ല ഇംപ്രഷൻ. ആ സംഭവം നീ പറഞ്ഞ സംഭവല്ലേ, അത് തോന്നണമെന്നുണ്ടെങ്കിൽ അവൻ വരാൻ നേരത്താണോ നീ പോയി ഇറങ്ങേണ്ടത്. അവൻ വരുന്ന മുന്നേ നീ ഒരുങ്ങി അങ്ങ് മഹാലക്ഷ്മിനെ പോലെ അവന്റെ മുന്നിൽ പോയി നിൽക്കണം.
സാർ വന്നു